തമിഴ്നാട്ടിലെ ശാന്തമായ ഗ്രാമപ്രദേശത്ത് ആയിരക്കണക്കിന് വിശ്വാസികളുടെ പ്രത്യാശയായി ഉയർന്നു നിൽക്കുന്ന ഒരു ദൈവാലയമുണ്ട്, പൂണ്ടി മാതാവിന്റെ ബസിലിക്ക. മതവും ജാതിയും ഭാഷയും അതിരുകളാകാതെ അനുഗ്രഹവും ആശ്വാസവും തേടി അനേകർ ഇവിടെ എത്തിച്ചേരുന്നു. തഞ്ചാവൂർ ജില്ലയിലെ തിരുവയ്യാർ താലൂക്കിനടുത്തുള്ള പൂണ്ടി ഗ്രാമത്തിലാണ് ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് പൂണ്ടി മാതാ ബസിലിക്ക എന്ന പേരിൽ പ്രശസ്തമായ ഈ ദേവാലയം തമിഴ്നാട്ടിലെ പ്രധാന മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ചരിത്രത്തിന്റെ വഴികളിലൂടെ 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇറ്റാലിയൻ ജസ്യൂട്ട് മിഷണറിയായ വീരമാമുനിവർ എന്നറിയപ്പെട്ടിരുന്ന കോൺസ്റ്റന്റൈൻ ജോസഫ് ബെഷി ഈ പ്രദേശത്ത് പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിച്ച ദേവാലയം സ്ഥാപിച്ചതായാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. പിന്നീട് ഈ ദേവാലയം വികസിച്ചു വളർന്ന് ഇന്നത്തെ ഭംഗിയാർന്ന ബസിലിക്കയായി മാറി. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന മാതാവിന്റെ പ്രതിമ ഫ്രാൻസുമായി ബന്ധമുള്ള പാരമ്പര്യ കഥകളാൽ വിശ്വാസികൾക്കിടയിൽ ഏറെ ആദരിക്കപ്പെടുന്നു. വേളാങ്കണ്ണിയുമായുള്ള ബന്ധം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: പൂണ്ടി മാതാവിനും വേളാങ്കണ്ണി മാതാവിനും എന്താണ് ബന്ധം? ഔദ്യോഗികമായി നോക്കുമ്പോൾ ഇവ രണ്ടും വ്യത്യസ്ത തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. എന്നാൽ ഇരിടത്തും മാതാവിനോടുള്ള ഭക്തി, രോഗശാന്തിക്കും കുടുംബ സമാധാനത്തിനുമായി പ്രാർത്ഥിക്കുന്ന പതിവ്, വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ സാന്നിധ്യം എന്നിവ കാരണം വിശ്വാസികൾ അവയെ ആത്മീയമായി ബന്ധിപ്പിച്ചാണ് കാണുന്നത്. തഞ്ചാവൂർ രൂപതയുടെ വളർച്ചക്കാലത്ത് ഇരു തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും വികസനത്തിനും ഒരേ രൂപതാ നേതൃത്വത്തിന്റെ പിന്തുണ ലഭിച്ചതായി ചരിത്ര സ്രോതസ്സുകൾ പരാമർശിക്കുന്നു. മാതാവിന് സാരി അണിയിക്കുന്ന നേർച്ച. പൂണ്ടി മാതാവിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭക്താചാരങ്ങളിലൊന്നാണ് മാതാവിന് സാരി സമർപ്പിക്കുന്ന നേർച്ച. ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചാൽ, രോഗമുക്തി ലഭിച്ചാൽ, വിവാഹം, സന്താനലഭ്യം, തൊഴിൽ, പരീക്ഷാ വിജയം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ അനുഗ്രഹം ലഭിച്ചാൽ നന്ദി സൂചകമായി മാതാവിന് സാരി സമർപ്പിക്കുന്ന പതിവാണ് പലരും പിന്തുടരുന്നത്. ഇത് ബൈബിളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു നിർബന്ധിത ആചാരമല്ല, മറിച്ച് ദക്ഷിണേന്ത്യൻ സാംസ്കാരിക പാരമ്പര്യവും മാതാവിനെ സ്വന്തം അമ്മയായി ആദരിക്കുന്ന ഭക്തിഭാവവും ചേർന്നുണ്ടായ ഒരു ജനകീയ സമർപ്പണ രീതിയായാണ് ഇതിനെ കാണുന്നത്. ഇന്ത്യൻ വേഷമായ സാരി മാതൃസ്നേഹത്തിന്റെയും ആദരവിന്റെയും പ്രതീകമായി ഭക്തർ സമർപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ നേർച്ച ആരംഭിച്ചത്? ഈ ആചാരത്തിന് ഒരൊറ്റ ചരിത്ര സംഭവം ചൂണ്ടിക്കാണിക്കുന്ന രേഖകളില്ല. കാലക്രമേണ ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി അറിയിക്കുക എന്ന ഭക്തരുടെ മനോഭാവത്തിൽ നിന്നാണ് ഇത് വ്യാപകമായത്. ഒരു കുടുംബം അനുഭവിച്ച അനുഗ്രഹം മറ്റൊരാൾക്ക് പ്രചോദനമായി മാറുകയും ഇന്ന് അനേകം തീർത്ഥാടകർ ഈ നേർച്ച നിറവേറ്റുകയും ചെയ്യുന്നു. രോഗശാന്തികളും സാക്ഷ്യങ്ങളും.
പൂണ്ടി മാതാവിന്റെ തിരുസന്നിധിയിൽ എത്തി പ്രാർത്ഥിച്ച ശേഷം രോഗശാന്തി ലഭിച്ചതായും കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതായും സന്താനലഭ്യം, ജോലി, പരീക്ഷാവിജയം തുടങ്ങിയ അനുഗ്രഹങ്ങൾ ലഭിച്ചതായും നിരവധി വിശ്വാസികൾ സ്വന്തം അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള രോഗശാന്തികളും അത്ഭുതങ്ങളും സാധാരണയായി വ്യക്തിഗത വിശ്വാസ സാക്ഷ്യങ്ങളായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എല്ലാ സംഭവങ്ങൾക്കും ശാസ്ത്രീയമോ സഭ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച അത്ഭുതമോ എന്ന നിലയിൽ തെളിവുണ്ടെന്നല്ല അർത്ഥം. എന്നിരുന്നാലും ഈ അനുഭവങ്ങൾ അനേകർക്ക് ആത്മവിശ്വാസവും പ്രത്യാശയും നൽകുന്നുവെന്നതാണ് ശ്രദ്ധേയം. വിശ്വാസികൾ പറയുന്ന മറ്റത്ഭുതങ്ങൾ. പൂണ്ടി മാതാവിനെക്കുറിച്ച് പ്രാദേശികമായി പ്രചരിക്കുന്ന നിരവധി കഥകളുണ്ട്. ചിലർ ദേവാലയത്തിൽ അസാധാരണമായ ദിവ്യപ്രകാശം അനുഭവപ്പെട്ടതായി പറയുമ്പോൾ, ചിലർ അപ്രതീക്ഷിതമായ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചതും മാതാവിന്റെ മാധ്യസ്ഥ്യത്തോട് ചേർത്തു പറയുന്നു. ഇത്തരത്തിലുള്ള കഥകളാണ് വർഷം തോറും ആയിരക്കണക്കിന് തീർത്ഥാടകരെ ഇവിടെ എത്തിക്കുന്നത്. ചരിത്രപരമായി ദേവാലയവുമായി ബന്ധപ്പെട്ട ദിവ്യപ്രകാശത്തെക്കുറിച്ചുള്ള പ്രാദേശിക പാരമ്പര്യ കഥകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ പൂണ്ടി മാതാ ബസിലിക്ക. ഇന്ന് പൂണ്ടി ഒരു കത്തോലിക്ക ദേവാലയം മാത്രമല്ല, വിശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സംഗമ കേന്ദ്രമാണ്. ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി മെഴുകുതിരി തെളിയിക്കുകയും നേർച്ചകൾ സമർപ്പിക്കുകയും ഹൃദയത്തിലെ പ്രാർത്ഥനകൾ മാതാവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. അത്ഭുതം എന്നത് ചിലർക്ക് വിശദീകരിക്കാനാകാത്ത ഒരു സംഭവമായിരിക്കാം. മറ്റു ചിലർക്കത് ജീവിതത്തെ വീണ്ടും പ്രത്യാശയിലേക്ക് നയിച്ച ഒരു അനുഭവം. എന്നാൽ പൂണ്ടി മാതാവിന്റെ തിരുസന്നിധിയിലെത്തുന്ന അനേകർക്ക് ഒരു കാര്യം പൊതുവാണ്: അമ്മയുടെ സന്നിധിയിലെത്തുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന സമാധാനം. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൂണ്ടി മാതാവിന്റെ വിളി മങ്ങുന്നില്ല. ഓരോ ദിവസവും പുതിയ പ്രാർത്ഥനകളുമായി, പുതിയ പ്രതീക്ഷകളുമായി ആയിരക്കണക്കിന് ഹൃദയങ്ങൾ ആ വിശുദ്ധ സന്നിധിയിലേക്ക് ഇന്നും യാത്ര തുടരുകയാണ്. കാവേരിയുടെയും കൊല്ലിടത്തിന്റെയും സമൃദ്ധമായ നദീതടങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്ന പൂണ്ടിമാതാ ബസിലിക്ക പ്രാർത്ഥനയുടെ കേന്ദ്രം മാത്രമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രത്തിന്റെ സാക്ഷ്യം കൂടിയാണ്. ഈ ദേവാലയത്തിന്റെ തുടക്കം 1714 മുതൽ 1718 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നതാണെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ഇറ്റാലിയൻ ജെസ്യൂട്ട് മിഷണറിയും തമിഴ് ഭാഷാ പണ്ഡിതനുമായ കോൺസ്റ്റാൻസോ ജുസെപ്പെ ബെസ്കി, തമിഴ് ലോകത്ത് വീരമാമുനിവർ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിച്ച ഒരു ചെറിയ ദേവാലയം ഇവിടെ സ്ഥാപിച്ചു. വിദേശ മിഷണറിമാരുടെ സ്വാധീനം. പൂണ്ടി ദേവാലയത്തിന്റെ വളർച്ചയിൽ യൂറോപ്യൻ മിഷണറിമാർക്ക് ശ്രദ്ധേയമായ പങ്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇറ്റാലിയൻ ജെസ്യൂട്ട് സഭാംഗങ്ങളും പിന്നീട് ഫ്രഞ്ച് മിഷൻ വൈദികരും ഈ പ്രദേശത്തെ സഭാപ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തി. അതിന്റെ ഫലമായി യൂറോപ്യൻ ശില്പകലയും
തമിഴ്നാടിന്റെ പ്രാദേശിക സാംസ്കാരിക സ്വാധീനങ്ങളും ചേർന്ന ഒരു വ്യത്യസ്ത രൂപം ഈ ദേവാലയത്തിന് ലഭിച്ചു. പൂണ്ടിമാതാ ബസിലിക്ക ഏതെങ്കിലും പ്രത്യേക തമിഴ് രാജാവിന്റെ രാജകീയ നിർമ്മാണ പദ്ധതിയായി ഉയർന്നു വന്നതാണെന്നതിന് വ്യക്തമായ ചരിത്ര തെളിവുകളില്ല. എന്നാൽ അന്നത്തെ തഞ്ചാവൂർ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലും വിദേശ മിഷണറിമാർക്ക് മതപ്രവർത്തനങ്ങൾ നടത്താൻ അവസരങ്ങൾ ലഭിച്ചിരുന്നു. പ്രാദേശിക സമൂഹവുമായി സൗഹൃദബന്ധം സ്ഥാപിച്ചും തമിഴ് ഭാഷയും സംസ്കാരവും സ്വീകരിച്ചുമാണ് അവർ ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചത്. പ്രത്യേകിച്ച് വീരമാമുനിവർ തമിഴ് സാഹിത്യത്തിനും വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു. ഇന്ന് കാണുന്ന ബസിലിക്കയുടെ രൂപകൽപ്പനയിൽ ഗോത്തിക് ശൈലിയുടെയും ഫ്രഞ്ച് വാസ്തുവിദ്യയുടെയും സ്വാധീനം വ്യക്തമായി കാണാം. ആകാശത്തേക്കുയരുന്ന ഗോപുരങ്ങൾ, കമാനാകൃതിയിലുള്ള ജനലുകൾ, നീണ്ട പ്രാർത്ഥനാ മണ്ഡപം, മനോഹരമായ മുൻവശം, വിശുദ്ധരുടെ ശില്പങ്ങൾ എന്നിവ ദേവാലയത്തിന് ഗംഭീരമായ ഭാവം നൽകുന്നു. ചില ഗവേഷകർ പ്രാദേശിക ദക്ഷിണേന്ത്യൻ ശില്പപരമ്പരകളുടെ സ്വാധീനവും ഇതിൽ കാണാമെന്ന് അഭിപ്രായപ്പെടുന്നു. പിന്നീട് നടന്ന പുനർനിർമ്മാണം. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പഴയ കെട്ടിടത്തിന്റെ മധ്യഭാഗം ബലക്ഷയം നേരിട്ടതിനെ തുടർന്ന് വലിയ അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നു. ആ സമയത്ത് ഇടവക വികാരിയായിരുന്ന ഫാ ലൂർദു സേവിയറിന്റെ നേതൃത്വത്തിൽ ദേവാലയം നവീകരിക്കപ്പെടുകയും ഇന്നത്തെ വിശാലവും മനോഹരമായ രൂപം കൈവരിക്കുകയും ചെയ്തു. ഫ്രാൻസിൽ നിന്നെത്തിയ വിശുദ്ധ പ്രതിമ. പൂണ്ടി മാതാവിന്റെ പ്രതിമയെക്കുറിച്ചും വിശ്വാസികൾക്ക് പ്രത്യേക ആദരവുണ്ട്. ലൂർദ് മാതാവിന്റെ ഭക്തിയുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിൽ നിർമ്മിച്ച പ്രതിമകളിൽ ഒന്നാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് ദേവാലയത്തിന്റെ ഔദ്യോഗിക പാരമ്പര്യം പറയുന്നത്. അതുകൊണ്ടുതന്നെ ഈ സന്നിധിക്ക് അന്തർദേശീയ മരിയൻ ഭക്തി പാരമ്പര്യവുമായി ഒരു ആത്മീയ ബന്ധമുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. ബസിലിക്ക പദവി. ദീർഘകാലമായി തീർത്ഥാടകരുടെ പ്രധാന കേന്ദ്രമായിരുന്ന ഈ ദേവാലയത്തിന് 1999 മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ മൈനർ ബസിലിക്ക എന്ന വിശേഷ പദവി ലഭിച്ചു. അതിനുശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നു മാത്രമല്ല, വിദേശത്തു നിന്നും നിരവധി വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുന്നു. പൂണ്ടിമാതാ ബസിലിക്കയുടെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ വിശാലവും മനോഹരവുമായ പരിസരമാണ്. ശാന്തമായ അന്തരീക്ഷം, വൃത്തിയുള്ള വിശാലമായ മുറ്റം, പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനും ഒരുപോലെ അനുയോജ്യമായ ഇടങ്ങൾ, ഇതെല്ലാം ഇവിടെ എത്തുന്നവർക്ക് മനസ്സിന് പ്രത്യേകമായൊരു സമാധാനം സമ്മാനിക്കുന്നു. വേളാങ്കണ്ണിയിലേക്ക് സ്വകാര്യ ബസ്സുകളിലും തീർത്ഥാടന സംഘങ്ങളോടൊപ്പവും യാത്ര ചെയ്യുന്ന പലരും അവരുടെ യാത്രാ പട്ടികയിൽ പൂണ്ടിമാതാ ബസിലിക്കയും ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങൾക്കും ഇവിടെ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യാത്രാ സംഘാടകരോട് മുൻകൂട്ടി അറിയിച്ചാൽ പലപ്പോഴും ഈ വിശുദ്ധ സന്നിധിയും യാത്രയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. വേളാങ്കണ്ണിയിൽ അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്നവർക്ക് പൂണ്ടിമാതാവിന്റെ സന്നിധിയിലും ഒരു നിമിഷം പ്രാർത്ഥിച്ച് അനുഗ്രഹം സ്വീകരിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ തീർത്ഥാടനം പൂർത്തിയാക്കി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നതിനു മുമ്പ് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി അമ്മയോട് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാനും ഒരു നിമിഷം മാറ്റിവെക്കൂ. വിശ്വാസത്തിന്റെ വഴിയിൽ നടത്തുന്ന ഓരോ യാത്രയും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും യാത്രയാണ്.
ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും നമ്മുടെ ജീവിതയാത്രകളിൽ എന്നും കൂടെയുണ്ടാകട്ടെ. എല്ലാവരും സുരക്ഷിതരായി വീടുകളിൽ എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ അറിയിപ്പ്. ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് ദേവാലയത്തിനുള്ളിൽ വിശുദ്ധ കുർബാനയും പ്രാർത്ഥനാ ശുശ്രൂഷകളും നടന്നുകൊണ്ടിരുന്നതിനാൽ പള്ളിയുടെ ഉൾവശം വീഡിയോയായി പകർത്താൻ എനിക്ക് അനുമതി ലഭിച്ചില്ല. പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്ന വിശ്വാസികളുടെ ഏകാഗ്രതയും ദേവാലയത്തിന്റെ പവിത്രതയും മാനിച്ചുകൊണ്ടാണ് ആ തീരുമാനം പൂർണ്ണമായി ബഹുമാനിച്ചത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഉൾവശത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ ഞാൻ ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സിലാക്കലിനും പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഭാവിയിൽ അനുമതി ലഭിക്കുന്ന അവസരമുണ്ടെങ്കിൽ പൂണ്ടി മാതാ ബസിലിക്കയുടെ ഉൾക്കാഴ്ചകളും അതിന്റെ മനോഹരമായ ശില്പഭംഗിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രാവൽ വ്ലോഗ് സീരീസിന്റെ ആദ്യ ഭാഗത്തിലെ 9ാമത്തെ എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ യാത്രയിൽ ഇതുവരെ ഞങ്ങളോടൊപ്പം നിന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളും ചരിത്രങ്ങളും വിശ്വാസ കേന്ദ്രങ്ങളും യാത്രാ അനുഭവങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. അതുകൊണ്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഷെയറും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ സാധാരണയായി 2 ദിവസത്തിലൊരിക്കൽ വൈകുന്നേരം 6 മണിക്കോ 7 മണിക്കോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനാൽ നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു കാര്യം കൂടി. ഈ ചാനൽ ആരംഭിച്ചതിന് പിന്നിൽ ഞങ്ങൾക്ക് വളരെ പ്രത്യേകമായ ഒരു ലക്ഷ്യവും സ്വപ്നവുമുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോയാൽ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ ഉദ്ദേശ്യം നിങ്ങളുമായി ഒരു നാൾ തീർച്ചയായും പങ്കുവയ്ക്കും. അതിനാൽ ഇനിയും ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും സ്നേഹവും തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു പുതിയ സ്ഥലവുമായി പുതിയ അനുഭവങ്ങളുമായി വീണ്ടും കാണാം. നന്ദി. സ്നേഹപൂർവ്വം, മിസ്റ്റിക് വോണ്ടർലസ്റ്റർ ടീം.